ഉറുമ്പിന്റെ ജീവിതം തുടങ്ങുന്നത് ശരിക്കും ഭൂമിക്കടിയിലാണ്. റാണി ഉറുമ്പ് ആയിരക്കണക്കിന് മുട്ടകളാണ് ഇടുന്നത്. 7 മുതൽ 14 വരെ ദിവസങ്ങൾക്കുള്ളിൽ മുട്ട വിരിഞ്ഞ് ലാർവകൾ ജനിക്കുകയാണ്. കോളനിയിലുള്ള മുതിർന്ന ഉറുമ്പുകളാണ് അവയെ പരിചരിക്കുന്നതും ഭക്ഷണം നൽകുന്നതും. ലാർവകൾ അവയുടെ ശരീരത്തിൽ നിന്ന് പ്രോട്ടീനുകൾ ഉപയോഗിച്ച് പട്ട് പോലെയുള്ള നൂലുകൾ ഉൽപ്പാദിപ്പിക്കുകയും പുറംചട്ടയായ കൊക്കൂണുകൾ നിർമ്മിക്കുകയും ചെയ്യുന്നു. പിന്നീട് അവ മൂന്നാമത്തെ അവസ്ഥയായ പ്യൂപ്പയിലേക്ക് കടക്കുന്നു. ഈ കൊക്കൂണുകൾക്കുള്ളിൽ വെച്ചിട്ടായിരിക്കും ഏറെ പ്രാധാന്യമുള്ള മെറ്റമോർഫോസിസ് എന്ന പ്രക്രിയ നടക്കുക. ഈ സമയം അവയ്ക്ക് കണ്ണുകൾ, ചിറകുകൾ, ആന്റിനകൾ, കാലുകൾ എന്നിവ രൂപപ്പെടും. 6 മുതൽ 10 വരെ ആഴ്ചകൾ കഴിയുമ്പോൾ കൊക്കൂണുകളിൽ നിന്ന് പൂർണ്ണ വളർച്ചയെത്തിയ ഉറുമ്പുകൾ പുറത്തു വന്ന് കോളനിയിലെ വിവിധതരം ജോലികളിൽ ഏർപ്പെടും. ഇവരാണ് ആഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നതും കുഞ്ഞുറുമ്പുകളെ പരിചരിക്കുന്നതും ശത്രുക്കളിൽ നിന്ന് കോളനിയെ സംരക്ഷിക്കുന്നതും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും. അവരിൽ നിന്ന് ചിലർ രാജാവായും രാജ്ഞിയായും മാറും. ഉറുമ്പുകൾക്ക് ശബ്ദം ഉപയോഗിച്ചും ഭാഷ ഉപയോഗിച്ചും ആശയവിനിമയം നടത്താൻ കഴിയില്ല. അതിനു പകരം ഫെറമോണുകൾ എന്ന ചില രാസവസ്തുക്കൾ പുറപ്പെടുവിച്ചുകൊണ്ട് അവർ ആശയവിനിമയം നടത്തുന്നുണ്ട്. ആഹാരം തേടാനും ശത്രുക്കളെ തിരിച്ചറിയാനും ഇതുവഴി അവയ്ക്ക് കഴിയും. ഉറുമ്പുകൾ എവിടെയെങ്കിലും ഭക്ഷണം കണ്ടെത്തിയാൽ അതിലെ ചെറിയൊരു ഭാഗം എടുക്കുകയും തിരികെ കോളനിയിലേക്ക് പോകുന്ന വഴി മുഴുവൻ ഫെറോമോണുകൾ വിതറുകയും ചെയ്യുന്നു. അവയുടെ ആന്റിന ഉപയോഗിച്ച് ഈ ഫെറോമോണുകൾ തിരിച്ചറിഞ്ഞായിരിക്കും മറ്റുള്ളവർ ആഹാരത്തിലേക്കുള്ള വഴി കണ്ടെത്തുക. ഉറുമ്പുകൾ ഭാരമേറിയ വസ്തുക്കൾ ചുമന്നുകൊണ്ട് പോകുന്നത് നമ്മളെല്ലാവരും കാണാറുണ്ട്. ഏറെ രസകരമായ കാര്യം എന്തെന്നാൽ ഉറുമ്പുകൾക്ക് അവയേക്കാൾ 10 മുതൽ 50 വരെ മടങ്ങ് ഭാരം താങ്ങാൻ കഴിയുമെന്നതാണ്. അതായത് നമുക്ക് അങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നുവെങ്കിൽ ഒരു കാർ ഉയർത്തിക്കൊണ്ട് നടന്നു പോകാമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഉറുമ്പുകളുടെ ശരീരം പ്രധാനമായി 3 ഭാഗമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്: തല, നെഞ്ച്, ഉദരം തുടങ്ങിയവ. കൂടാതെ കട്ടിയുള്ള പുറം, അസ്ഥികൂടം, സെൻസ് ചെയ്യാനുള്ള ആന്റിന, സഞ്ചരിക്കാൻ 6 കാലുകൾ എന്നിവയും ഉൾപ്പെട്ടിട്ടുണ്ട്. ഉറുമ്പുകൾ വിവിധ നിറങ്ങളിലും കാണപ്പെടുന്നു. കറുപ്പ്, ചാരനിറം, ചുവപ്പ്, കൂടാതെ ചിലതരം ഉറുമ്പുകളെ പച്ച നിറത്തിലും മഞ്ഞ നിറത്തിലും കാണപ്പെടുന്നുണ്ട്. വായയുടെ ഭാഗത്തുള്ള മാൻഡിബിൾസ് എന്ന് പേരുള്ള ചെറിയ മുള്ളുകൾ ഉപയോഗിച്ചാണ് അവ ആഹാരം ചവയ്ക്കുന്നതും നമ്മെ കടിക്കുന്നതുമെല്ലാം. ഇതിനൊപ്പം പെണ്ണുറുമ്പുകളുടെ ഉദരത്തിന് പിന്നിൽ മുള്ളു പോലെയുള്ള ഒരു അവയവവും കാണാം. ഏകദേശം 70% ഉറുമ്പുകളിൽ മാത്രമാണ് ഇവ കാണപ്പെടുന്നത്. ഉറുമ്പുകൾ അവ താമസിക്കുന്ന കോളനിയിലേക്ക് മറ്റാരെയും കടന്നുവരാൻ അനുവദിക്കാറില്ല. മറ്റ് ജീവികൾ അവിടേക്ക് കടക്കുമ്പോൾ ചിലപ്പോൾ അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടാനുമാണ് ഉറുമ്പുകൾ കടിക്കുന്നത്. മാൻഡിബിൾസ് ഉപയോഗിച്ച് അവ മുറിവുണ്ടാക്കുകയും ചില സമയങ്ങളിൽ ആ മുറിവ് വഴി ഫോർമിക് ആസിഡ് പോലെയുള്ള രാസവസ്തുക്കൾ ശരീരത്തിലേക്ക് പകരുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് പ്രധാനമായും നമുക്ക് വലിയ വേദന അനുഭവപ്പെടുന്നത്. എന്നാൽ ചില ഉറുമ്പുകൾ ഒരേ സമയം മാൻഡിബിൾസ് ഉപയോഗിച്ചും പുറകിലുള്ള മുള്ളുപയോഗിച്ചും ആക്രമിക്കുന്നു. അത്തരത്തിൽ മുള്ളുകൾ വഴി ഒരുതരം ന്യൂറോണോ ശരീരത്തിൽ കയറ്റുന്നതിനാലാണ് വേദനയ്ക്കൊപ്പം ചൊറിച്ചിലും അലർജിയും ഉണ്ടാവുക. ഉറുമ്പുകൾ ഉറങ്ങാറില്ലെന്ന് ചില കഥകളിലും മറ്റും നാം കേട്ടിട്ടുണ്ടെങ്കിലും അവർക്ക് ഉറക്കമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ മനുഷ്യരെയും മറ്റ് ജീവികളെയും പോലെ തുടർച്ചയായി ഉറങ്ങാറില്ലെന്ന് മാത്രം. 1 മിനിറ്റോളം വരുന്ന ചെറിയ ചെറിയ കുഞ്ഞുറക്കങ്ങളായാണ് അവ പ്രധാനമായും ഉറങ്ങുന്നത്. അത്തരം 250ഓളം ചെറിയ ഉറക്കങ്ങൾ ഒരു ദിവസം ഉറുമ്പുകൾ ഉറങ്ങാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 5 മണിക്കൂറിനടുത്ത് അവർ ഉറങ്ങുന്നുണ്ട്. മാത്രമല്ല ഇവരിൽ തന്നെ രാജ്ഞി ഉറുമ്പുകൾ കൂടുതൽ സമയം ഏതാണ്ട് ഇരട്ടി സമയത്തോളം ഉറങ്ങാറുണ്ട്.